മതി മതി, എല്ലാവരും പോയി കിടന്നുറങ്ങിയേ. അത് കേട്ടതും കെട്ടിപ്പിടിച്ചു നിന്ന് കിച്ചുവും അച്ചുവും പരസ്പരം അടർന്നു മാറി. കിച്ചു ആണെങ്കിൽ അജിത്തിനെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നെപ്പോലെ സിംഗിൾസ് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നീ ഇപ്പോൾ റൊമാൻസിക്കണ്ട. അതും പറഞ്ഞ് കിച്ചുവിന് നേരെ കുറച്ച് പുച്ഛവും വാരി വിതറിക്കൊണ്ട് അജിത്ത് പുറത്തേക്കിറങ്ങിപ്പോയി. പിന്നാലെ കിച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണനും ശിവയും ഗിരിയും പ്രണവും പുറത്തേക്കിറങ്ങിപ്പോയി. മുറിയിൽ അച്ചുവും കിച്ചുവും ലച്ചുവും മാത്രമായി. കിച്ചു ആണെങ്കിൽ ലച്ചു അവിടെ നിൽക്കുന്നത് കൊണ്ട് അച്ചുവിനോട് അധികം സംസാരിക്കാൻ പറ്റില്ലെന്ന രീതിയിൽ നോക്കുവാണ്. ലച്ചു ആണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നു. മോളെ ലച്ചുവേ. കിച്ചുവിൻ്റെ ശബ്ദം കേട്ടതും ലച്ചു ഫോണിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. എന്താ ചേട്ടാ? നിഷ്കളങ്കതയുടെ നിറകുടം എന്ന പോലെ ലച്ചു അവനെ നോക്കി. ഒന്ന് പുറത്തേക്ക് പോവോ? നോ വേ. അതും പറഞ്ഞ് ലച്ചു ഫോണിലേക്ക് തന്നെ നോക്കി. അച്ചു ആണെങ്കിൽ ആ നേരത്തെ കിച്ചുവിൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്ലീസ്. കിച്ചു വീണ്ടും ലച്ചുവിനോട് യാചിച്ചു. ശരി പോകാം, ഒരു കണ്ടീഷനുണ്ട്. എന്താ? എന്താണേലും ഞാൻ ചെയ്യാം. 2 ദിവസത്തിനുള്ളിൽ. ലച്ചു നിർത്തിക്കൊണ്ട് അവനെ നോക്കി. ഉള്ളിൽ? മര്യാദയ്ക്ക് ആദ്യേട്ടനെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. സമ്മതാണോ? ലച്ചു എലിക്ക് കൈക്കുത്തിക്കൊണ്ട് ചോദിച്ചു. കിച്ചു ആണിൽ പെട്ടതുപോലെ അവളെ നോക്കി. പറ്റുമോ ഇല്ലയോ? ലച്ചു എളിയിൽ കൈക്കുത്തി. 2 ദിവസത്തിനുള്ളിലല്ലേ, സെറ്റാക്കാം. കിച്ചു പറഞ്ഞതും ലച്ചു ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. കിച്ചു അവൾ പോകുന്നത് നോക്കി അച്ചുവിനെ നോക്കി. കിച്ചനെ നോക്കാതെ അവൾ കൊടുത്ത പാവക്കുട്ടിയെ നോക്കി നിൽക്കുകയാണവൾ. കിച്ചു അവളെ നോക്കിക്കൊണ്ട് പോയി വാതിലടച്ചു. അത് അച്ചു കണ്ടുവെങ്കിലും ഒന്നും മിണ്ടിയില്ല. അവളെ നോക്കിക്കൊണ്ട് കിച്ചു അവൾക്കടുത്തേക്ക് വന്നു. അച്ചുവേ. അവൾക്കടുത്ത് ചെന്നുകൊണ്ട് കിച്ചു വിളിച്ചതും അച്ചു മുഖമുയർത്തി അവനെ നോക്കി. ഒരു ഗിഫ്റ്റ് കൂടി തരട്ടെ? അല്പം കുസൃതി നിറഞ്ഞ അവൻ്റെ ശബ്ദം കേട്ടതും അച്ചു അവനെ നോക്കി. അത് ഒരു മിനിറ്റേ. അതും പറഞ്ഞ് കിച്ചു പോയി വാതിൽ കുറ്റിയിട്ടു. അത് കണ്ട് അച്ചു അവനെ നോക്കി. അവന്മാരെ നന്നായി അറിയാവുന്നത് കൊണ്ടാ. കിച്ചു പറഞ്ഞതും അച്ചു ചിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗിഫ്റ്റ് തരട്ടെ? അച്ചുവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചു പതിയെ ചോദിച്ചു. എന്താ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അച്ചു ഒരു നിമിഷം പതറിപ്പോയി. അത് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിച്ചു അവളുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി പിടിച്ചു. അച്ചുവിൻ്റെ ചുണ്ടുകൾക്കടുത്ത് അവൻ്റെ ചുണ്ടുകൾ നൂലിട വ്യത്യാസത്തിൽ വന്ന് നിന്നതും അച്ചു പിടഞ്ഞുപോയി. മുഖത്തേക്കടിക്കുന്ന അവൻ്റെ നിശ്വാസത്തിൻ്റെ ചൂടറിഞ്ഞതും അച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു. കിച്ചുവിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുകരാൻ നിന്നതും വാതിലിൽ ആരോ കൊട്ടിയതും ഒരുമിച്ചായിരുന്നു. ഏത് ഡാഷിൻ്റെ മോനാണാവോ? കിച്ചു ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് അച്ചുവിനെയൊന്ന് നോക്കി വാതിൽ തുറന്നു. നോക്കിയപ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അജിത്തും കണ്ണനും. കണ്ണനാണേൽ എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടണ്ട എന്ന രീതിയിൽ കിച്ചനെ നോക്കി. അജിത്താണേൽ സിംഗിൾ പസങ്ക അടിച്ചു നടക്കുന്ന ഞാനിവിടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനും സമ്മതിക്കില്ലടാ എന്ന രീതിയിൽ കിച്ചുവിനെയും. കിച്ചു ആണേൽ രണ്ടിനെയും തറപ്പിച്ചു നോക്കുകയാണ്. എന്താടാ നിനക്കൊക്കെ? എന്താണ് മോനെ ഇവിടെ പരിപാടി? അജിത്താണ് ചോദിച്ചത്. എന്ത്? നിനക്കൊക്കെ അവിടെ എങ്ങാനും നിന്നാ പോരെ? നോ, അത് പറ്റില്ല. പ്രായപൂർത്തിയാവാത്തൊരു പെങ്ങളെ നിന്നെപ്പോലുള്ളൊരു ആഭാസൻ്റെ മുന്നിലിട്ട് കൊടുത്തിട്ട് അവിടെ പോയി ഇരിക്കാൻ സ്നേഹനിധിയായ ഈ ആങ്ങളമാർക്ക് സമാധാനം കിട്ടില്ല. കണ്ണൻ വലിയ ഗൗരവത്തിൽ അജിത്തിൻ്റെ തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്നെ, ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ തന്നെ നോക്കണം. നിന്നെയൊക്കെ ഉണ്ടല്ലോ. അവന്മാർക്ക് ഈ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടിനും എന്തിൻ്റെ ചൊറിച്ചിലാ? കിച്ചു ദയനീയമായി ചോദിച്ചു. ഒരു കണക്കിനാ ലച്ചുവിനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോഴാ. അവന്മാർക്ക് കുഴപ്പമുണ്ടാവില്ല, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. ഉത്തരവാദിത്തമുള്ള ആങ്ങളന്മാരാണ് ഞങ്ങൾ, അല്ലേടാ? അതെന്നെ, കണ്ണനും പറഞ്ഞു. ഭദ്രയുടെ കാര്യത്തിലും ഞാനും ഉത്തരവാദിത്തമുള്ള ആങ്ങളെയാകും. കണ്ണനെ നോക്കി കിച്ചു പറഞ്ഞു. ഏയ് അല്ല ചിത്തേ, ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭാവി അളിയനല്ലേ. ആ സ്ഥിതിക്ക് ഈ ഒരു നേരത്തേക്ക് നമുക്ക് കണ്ണടയ്ക്കാം അല്ലേ? കണ്ണൻ ചോദിച്ചു. നീ വേണേൽ കണ്ണടച്ച് പോയി അവിടെ ഇരുന്നു. ഞാൻ ഉത്തരവാദിത്തമുള്ള ആങ്ങളെയാണ്. അങ്ങനെ പറയരുത് മച്ചാ. വന്നേ, ചേട്ടൻ പറയട്ടെ. കിച്ചുവിൻ്റെ നോട്ടം കണ്ട് കണ്ണൻ അജിത്തിനെ കൊണ്ടുപോയി. കിച്ചു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. പാവങ്ങൾ.
അച്ചു കിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെ കഞ്ഞിയിലെ പാറ്റകളാണ്. കിച്ചു കരവിച്ചുകൊണ്ട് പറഞ്ഞു. പോ കിച്ചേട്ടാ. അച്ചു അവൻ്റെ ഷോൾഡറിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. കിച്ചു ചിരിയോടെ അവളുടെ ഇടുപ്പിൽ ഇരു കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. അച്ചു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചു. എങ്കിലും കിച്ചു വിടാതെ അവളെ പിടിച്ചു വെച്ചു. അല്പം പൊങ്ങിയ അവളുടെ ബനിയനിൽ കൂടി കൈകൾ കിടത്തിക്കൊണ്ട് കിച്ചു അച്ചുവിനെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. പൊക്കിൾ ചുഴിയിൽ അവൻ്റെ വിരലമർന്നതും അച്ചു അറിയാതെ മുകളിലേക്ക് പൊങ്ങിപ്പോയി. ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു, മറുകൈ കൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈ ചേർത്ത് പിടിച്ചു അച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ നാലുപാടും ഓടി നടന്നു അവളുടെ. വയറിൽ എന്തോ എഴിയുന്നത് പോലെ തോന്നിയതും അച്ചു കണ്ണുകൾ താഴേക്ക് പതിപ്പിച്ചു. തൻ്റെ അണിവയറിനോട് ചേർന്ന് കിടക്കുന്ന നിറയെ മണികളുള്ള ആ സ്വർണത്തിൻ്റെ അരഞ്ഞാണത്തിൽ അച്ചുവിൻ്റെ കൈകൾ ഉടക്കി. ഒരു പിടച്ചിലോടെ കണ്ണുകൾ ഉയർത്തി കിച്ചുവിനെ നോക്കി. ആ കണ്ണുകളിലും മുഖത്തും കുസൃതി നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേ ദിവസം അച്ചുവും ലച്ചുവും ലീവ് എടുത്തു. അഞ്ജുവിനോടും മാളുവിനോടും ലീവ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും അവർ ക്ലാസ്സിൽ പോയി. അമ്മേ, ഞാൻ ഇറങ്ങുക. കണ്ണാടിയിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് ചാർജറിലിട്ട ഫോണും എടുത്ത് അച്ചു അടുക്കളയിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു. സൂക്ഷിച്ചു പോണം, കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുത്. അമ്മയുടെ ഉപദേശം കേട്ടതും മുഷിപ്പോടെ പുറത്തേക്കിറങ്ങി. കിച്ചൻ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. കരിനീലയിൽ ഗോൾഡൻ ചെക്കായിട്ടുള്ള ഷർട്ടാണ് കിച്ചു ഇട്ടേക്കുന്നത്. അതിൻ്റെ കൈ തിരുകി വെക്കുകയാണ്. പുറത്ത് പിന്നെ ആരെയും കാണാനില്ല. അവരാരും വന്നില്ലേ കിച്ചുവേട്ടാ? ഉമ്മറപ്പടിയിലേക്ക് കയറിക്കൊണ്ട് അച്ചു ചോദിച്ചു. എല്ലാവരും അജിത്തിൻ്റെ വീട്ടിലുണ്ട്, അവിടുന്ന് പോകാം. കിച്ചു മറുപടി പറഞ്ഞതും പുറത്തേക്കിറങ്ങി. പിന്നാലെ അച്ചുവും. കണ്ണേട്ടൻ എന്തിയേ? അച്ചു ചുറ്റും നോക്കി. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കിച്ചു പറഞ്ഞുകൊണ്ട് വാതിൽ പൂട്ടി ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു. അവന് പിന്നാലെ അച്ചുവും. കയറ്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കിച്ചു പറഞ്ഞതും അച്ചു വേഗത്തിൽ ബൈക്കിൽ കയറി. അജിത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തുമ്പോൾ അച്ചു ഉമ്മറത്തേക്ക് നോക്കി. സിറ്റ് ഔട്ടിലിട്ടിരിക്കുന്ന 2 കസേരകളിൽ അടുത്തടുത്തായി കണ്ണനും അജിത്തും ഇരിക്കുന്നുണ്ട്. താഴെ പടിയിൽ ശിവയും അവൻ്റെ അടുത്ത് തന്നെ ഗിരിയും ഇരിക്കുന്നുണ്ട്. സൈഡിലെ തൂണിനോട് ചേർന്ന് പ്രണവും അവൻ്റെ തോളിൽ ചാരി ലച്ചുവും ഇരിക്കുന്നു. നേരത്തും കാലത്തും വന്നൂടേടാ? കണ്ണൻ ചോദിച്ചു. റൊമാൻസിക്കാൻ നിന്നിട്ടുണ്ടാകും നാറി. അജിത്ത് പതിയെ പിറുപിറുത്തു. വന്നപ്പോൾ ഇതിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? മുഖത്ത് പുച്ചമുക്കി വാരി വിതറിക്കൊണ്ട് കിച്ചു ചോദിച്ചു. അച്ചു നേരെ ലച്ചുവിൻ്റെ അടുത്ത് പോയിരുന്നു. നമുക്കിറങ്ങിയാലോ? നമ്മൾ ഇത്രയും പേരില്ലേ, എങ്ങനെ പോകും? അച്ചു സംശയത്തോടെ ചോദിച്ചു. ശിവയുടെ കാറിൽ പോകും, പ്രണവ് പറഞ്ഞു. 3 സീറ്റുള്ള കാറാണ് ശിവയുടേത്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ശിവ കയറിയിരുന്നു. നടുക്കായിട്ട് ലച്ചുവും അച്ചുവും കയറിയിരുന്നു. അതിന് ബാക്കിൽ പ്രണവും ഗിരിയും കയറി. ലച്ചുവിൻ്റെ അടുത്തായി കണ്ണനും. അജിത്ത് കോ ഡ്രൈവ് സീറ്റിലേക്ക് കയറിക്കോട്ടെ എന്ന് കരുതി കിച്ചു അച്ചുവിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ പോയതും അജിത്ത് അവനെ പിടിച്ച് കോ ഡ്രൈവ് സീറ്റിൽ കയറ്റി ഇരുത്തി. ലച്ചു ആണെങ്കിൽ ആ നേരം കൊണ്ട് ബാക്കിലേക്ക് പ്രണവിൻ്റെ അടുത്തേക്ക് ചാടി. കിച്ചു അജിത്തിനെ നോക്കി പേടിപ്പിച്ചു. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പെങ്ങളുടെ സേഫ്റ്റി ആങ്ങളമാരുടെ ഉത്തരവാദിത്തമാണ്. ആങ്ങളയുടെ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജിത്തിനെ മനസ്സിൽ നന്നായി പ്രാഗിക്കൊണ്ട് കിച്ചു ഇരുന്നു. ബാക്കിയുള്ളവരാണേൽ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാ പോണേ? ലച്ചു ബാക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഡോറയുടെ വീട്ടിലേക്ക്. വേറെ ആരുടെയുമല്ല, അജിത്തിൻ്റെ വകയാണ് ആ ഡയലോഗ്. വെറുതെ അല്ല തനിക്ക് പെണ്ണ് സെറ്റാവാത്തെ. ലച്ചു പറഞ്ഞുകൊണ്ട് അജിത്തിൻ്റെ തലക്കിട്ടൊരു കുട്ടു കൊടുത്തു. നമ്മൾ എങ്ങോട്ടാ ഗിരിയേട്ടാ പോണേ? അടുത്തിരിക്കുന്ന ഗിരിയെ തോണ്ടിക്കൊണ്ട് ലച്ചു ചോദിച്ചു. കൊച്ചി. 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ കൊച്ചിയിലെത്തി ഒന്ന് കറങ്ങി അടിച്ച് ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്തു. 2 പേർക്ക് വെച്ച് ഇരിക്കാവുന്ന ബോട്ടിംഗാണ് ചെയ്തത്. കിച്ചുവും അച്ചുവും മറ്റാരെങ്കിലും എന്തേലും പറയുന്നതിന് മുന്നേ കിച്ചു അച്ചുവിനെയും കൊണ്ട് ബോട്ടിലേക്ക് കയറി. പിന്നാലെ ലച്ചുവിനെയും കൊണ്ട് പ്രണവ് കയറി. ശിവയും ഗിരിയും ഒരുമിച്ച് അടുത്ത ബോട്ടിൽ കയറി. ലാസ്റ്റ് അജിത്തും കണ്ണനും കപ്പിൾസിനെ പോലെ തോളിൽ കൈയിട്ട് ബോട്ടിങ്ങിന് കയറി. ശേഷം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. അന്നത്തെ ദിവസം അച്ചുവിൻ്റെ സന്തോഷങ്ങൾക്ക് കൂടെയുള്ളവർ വളരെയധികം പ്രാധാന്യം കൊടുത്തു. വൈകുന്നേരം വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി അച്ചു തൻ്റെ ഡയറി എടുത്തു. ഇന്നത്തെ ദിവസം എനിക്ക് ഒട്ടും മറക്കാൻ സാധിക്കില്ല. ഞാൻ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്ന്. ഇന്നെൻ്റെ പിറന്നാളാണെന്ന് ഞാൻ മറന്നുപോയിരുന്നു. കിച്ചേട്ടനും കണ്ണേട്ടനും ലച്ചുവും പ്രണവേട്ടനും അജിത്തേട്ടനും ഗിരിയേട്ടനും ശിവേട്ടനും ലച്ചുവും കൂടെ എൻ്റെ പിറന്നാൾ ദിനത്തിൽ എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു. പാതിരാത്രി അവരുടെ വക, അതും കിച്ചേട്ടൻ്റെ വീട്ടിൽ. കിച്ചേട്ടൻ്റെ മുറിയിൽ വെച്ച് എനിക്ക് സർപ്രൈസ് തന്നു.
ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഏട്ടന്മാരെല്ലാം എനിക്ക് നിറയെ ഗിഫ്റ്റ് വാങ്ങി തന്നു. എല്ലാവരും മുറിയിൽ നിന്ന് പോയപ്പോൾ കിച്ചേട്ടൻ എനിക്ക് നിറയെ മുത്തുമണികളുള്ള ഒരു അരഞ്ഞാണം എനിക്ക് സമ്മാനമായി തന്നു. നല്ല രസമുണ്ട് അത് കാണുവാൻ. എൻ്റെ കയ്യിലേക്ക് അല്ല, എൻ്റെ വയറിലേക്ക് ചേർന്ന് കിച്ചേട്ടൻ അത് ഇട്ട് തന്നപ്പോഴാണ് ഞാനത് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നത് കാണുവാൻ. താങ്ക് യു കിച്ചേട്ടാ. അന്നത്തെ ദിവസം കിച്ചേട്ടനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. വല്ലാത്തൊരു അനുഭൂതിയാണ് കിച്ചേട്ടൻ്റെ ഒപ്പം കിടക്കുന്ന ഓരോ നിമിഷവും. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോയി. കൊച്ചിയിലേക്കാണ് പോയത്. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്. കാറിൽ കിച്ചേട്ടനൊപ്പം ഇരിക്കാമെന്ന് കരുതിയാ. പക്ഷേ ആങ്ങളയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് കണ്ണേട്ടനും മജുത്തേട്ടനും കിച്ചേട്ടനെ മാറ്റി ഇരു സൈഡിലും വന്നിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയാണ് രണ്ടും എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്. കൊച്ചിയിലെത്തി ഞാനും കിച്ചേട്ടനും ബോട്ടിങ്ങൊക്കെ ചെയ്തു. എന്താ പറയുക, നല്ല രസമായിരുന്നു. കായലിൻ്റെ നടുവിൽ കൂടെ ഞാനും കിച്ചേട്ടനും മാത്രമായിട്ട് മനസ്സ് നിറഞ്ഞു. എനിക്ക് സന്തോഷമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്കിടയിൽ ആരും കട്ടറും പായില്ല. കിച്ചേട്ടനെ കൈ പിടിച്ചാണ് നടന്നത്. ഇന്നത്തെ ദിവസം എല്ലാവരും എൻ്റെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. എൻ്റെ വടക്കുന്നാഥ, എന്നും എനിക്ക് ഈ സന്തോഷം ഉണ്ടാകണേ. ഇത്രമേൽ സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു പൊട്ടിക്കരച്ചിൽ ഞാൻ അനുഭവിക്കാറുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് അച്ചു. ഡയറി എഴുതി കഴിഞ്ഞ് അച്ചു സന്തോഷത്തോടെ ബെഡിലേക്ക് വീണു.